അപ്പോഴേ നമുക്കിന്നൊരു ചിക്കൻ റെസിപ്പി പരീക്ഷിച്ചാലോ? എൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം എൻ്റെ ബാക്കിൽ നിന്ന് വന്നോളൂ. എന്നാലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, പനിയായിപ്പോയടോ. അപ്പോഴത്തേക്ക് നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ, അത് ചിക്കൻ നിങ്ങൾക്ക് എല്ലോട് കൂടിയ പീസോ അല്ലാതെയോ എടുക്കാം. ഞാൻ നോർമലി എല്ലുള്ള പീസാണ് എടുക്കുക. ഇത് പിന്നെ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ വാങ്ങി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അത് നമ്മൾ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു എത്ര മിനിറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അത്ര മിനിറ്റ്. ഞാൻ പെട്ടെന്ന് എടുക്കാറുണ്ട്, കാരണം ടൈം കിട്ടാറില്ലല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് അധികം നല്ല ഫ്രൈ ആകാത്ത രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി ഞാൻ ഇടാറുണ്ട്. മുളക് പൊടി സാധാരണ ഞാൻ ആ എണ്ണയിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ തന്നെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിന് കുറച്ചുകൂടെ കളറ് കിട്ടാനും പൊടിയൊന്ന് എണ്ണയിൽ ഒന്ന് വറുത്ത് കിട്ടാനും, അങ്ങനെ നമുക്ക് പറയാമല്ലോ, ഒന്ന് മൂത്ത് കിട്ടാനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എക്സ്ട്രാ കളറൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു മീഡിയം ഉള്ളിയുടെ ഒരു ഹാഫ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതൊന്ന് നമുക്ക് മസാലയ്ക്കൊന്ന് ഇട്ടിട്ട് വേണ്ടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ ഉള്ളി ഒരു ഹാഫ് പോർഷൻ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും ബാക്കി മസാലകൾ ഞാനിവിടെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി, എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞു തക്കാളിയാണ്, അപ്പോൾ കുഞ്ഞു തക്കാളി ഇട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ബാലൻസ് നമ്മുടെ കയ്യിലുള്ള ഉള്ളി ഒരു 2.5 ഉള്ളി ഹാഫ് പോർഷൻ ഞാൻ ചെറുതായിട്ട് ആദ്യം ഇട്ടു. ഇത് അല്ലാതെ അതിൻ്റെ ബാക്കി 2.5 ഒരു 3 ഉള്ളി എടുത്തിട്ട് ഹാഫ് പോർഷൻ ഞാൻ ആദ്യം ഇട്ട് ഇളക്കി. ബാക്കിയുള്ള 2.5 പോർഷൻ ഉള്ളി ഞാനിങ്ങനെ കുറച്ചുകൂടെ വലുപ്പത്തിന് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ടൈപ്പ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി വേണ്ടത് ക്യാപ്സിക്കമാണ് ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ. നോർമലി ഞാൻ ക്യാപ്സിക്കം ഗ്രീൻ കളർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് പിന്നെ എനിക്കൊന്ന് കണ്ടപ്പോൾ കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു യെല്ലോയും റെഡും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള അതിൻ്റെ ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു 4/1 പോർഷനേ ഞാൻ ഓരോന്നും എടുത്തിട്ടുള്ളൂ. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചിക്കനും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. പണി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക, കുറച്ച് നേരം അടച്ച് വെക്കുക, വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മളിട്ട ഉള്ളിയും നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ഇതിനകത്ത് ആ ചിക്കനിലൊന്ന് പിടിച്ചിട്ട് ഒരുപാട് നമ്മളങ്ങ് ഇട്ട് വേവിക്കത്തില്ല. എന്നാലും പിന്നെ ഇതിനകത്ത് നമ്മൾ ഗരം മസാല, ഞാൻ നമ്മുടെ പെരിഞ്ജീരകം മാത്രം പൊടിച്ച് വെച്ചിട്ട് അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി സ്പൈസസ് ഒന്നും ചേർക്കാറില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ കറക്റ്റ് ഡ്രൈ ഫ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോസ്, ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് സോസ്, ഒരു സ്പൂൺ സോസ് ജസ്റ്റ് ഒന്ന് കലക്കി ഇതിനകത്ത് ഒഴിക്കാറുണ്ട്. ഇത് വകയിലൊരു നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഒരു അനിയനായിട്ട് വരുമെങ്കിലും ചില്ലി ചിക്കൻ അല്ല. നിങ്ങൾക്കറിയാവുന്ന പേരെന്തായാലും നിങ്ങൾ സജസ്റ്റ് ചെയ്തോ. ലാസ്റ്റ് നമ്മുടെ മല്ലിയില ഇല്ലാതൊരു പാചകമില്ലല്ലോ നമുക്ക്. മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ പുതിയൊരു റെസിപ്പി, പേരറിയില്ല കേട്ടോ, ചിക്കൻ്റെ പുതിയൊരു റെസിപ്പി. ഞാനിതിവിടെ പറയുന്ന ചില്ലി ചിക്കനെന്നും ചിക്കൻ തോരനും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ചില്ലി ചിക്കൻ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ സോസ് ഒരുപാട് ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചില്ലി ചിക്കൻ എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായും ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനെ പുതിയൊരു റെസിപ്പി ആയിട്ടങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.
അപ്പോൾ ബൈ.